നമ്മൾ ഇന്നലെ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ഐറ്റം ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ രാത്രി തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് ഇളക്കി നോക്കി. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ് കുറവായ കാരണം രാത്രിയിൽ ലൈറ്റ് കുറവായിരിക്കും. അത് കാരണം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ആദ്യമേ ചെയ്തത് ഇതാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടേ ഇനി വേറെ എന്തോ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ടേബിളിൽ പോയിരുന്നു. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഇതിൻ്റെ MRP വരുന്നത് 999 രൂപയാണ്. നമുക്ക് 899 ആണ് ഇത് കിട്ടിയത് കേട്ടോ. അവരുടെ സ്പെഷ്യൽ പ്രൈസാണ് 899. ആ റേറ്റിനാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴും ഏകദേശം 900 സംതിങ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ ആമസോണിൽ കുറേ നോക്കിയതാണ് ബ്രസ്ട്രോൻ്റെ ഈ ഓയിൽ പേസ്റ്റിലുണ്ടോ എന്നുള്ളത്. സോഫ്റ്റ് പേസ്റ്റൽസ് ഉണ്ട്. സോഫ്റ്റ് പേസ്റ്റൽസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വേറൊരു ഷീറ്റും കൂടി ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാണ്. ഇപ്പോൾ 2 ബോക്സായിട്ടാണ് ഇത് വരുന്നത്. 48 ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് 24 വെച്ചിട്ട് 2 ബോക്സിലായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് ഒരു പ്ലാസ്റ്റിക് കോട്ടും ഉണ്ട്, അതിനകത്തൊരു സ്പോഞ്ച് കവറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിച്ച് നോക്കാം. ഞാനൊരു നൈഫ് എടുത്തിട്ടുണ്ട്. ഈ നൈഫ് വെച്ചിട്ടാണ്, നമ്മുടെ ഡീറ്റെയിലിംഗ് നൈഫാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് സൈഡിൽ കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നുള്ളത് കാരണമാണ് നമ്മളിങ്ങനെ നൈഫൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിലൊക്കെ കട്ട് ചെയ്യുന്നത്. ആരും ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അച്ചാലും മുച്ചാലും വലിച്ച് കീറി എടുത്തേനെ. ആക്രാന്തം മൂത്തിട്ടേ സത്യമായിട്ടും എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭ്രാന്ത് കയറും. എനിക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, വരയ്ക്കണ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വരയ്ക്കണ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും അതിനോട്. ഇനി നമുക്കെന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ കുറേ നേരമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ഇതെന്താന്ന് കാണാണ്ടൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ആരെ വാ, ദേ വരുന്നത് നമ്മുടെ കളേഴ്സ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഭയങ്കര നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. പിന്നെ നമ്മുടെ ഡോംസിൻ്റെ ആ ഒരു പേസ്റ്റലിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. മറ്റേതിനേലും കുറച്ചുകൂടി തിക്നെസ് ഉള്ളൊരു സ്റ്റിക്കാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ സാധനം ഒട്ടുന്നുണ്ട്. ഞാനിത് ടച്ച് ചെയ്യുമ്പം തന്നെ ഉണ്ടല്ലോ ബട്ടർ പോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പെട്ടെന്നാവുന്നുണ്ട്. മറ്റേതൊന്ന് നമ്മുടെ ഡോംസിനെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ക്രയോൺസ് പിടിക്കുന്ന ആ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ടച്ച് ചെയ്യുമ്പം എനിക്ക് എന്തോ പോലെ ആവുന്നു സത്യമായിട്ടും. എന്തോ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറ്റുന്ന പോലത്തെ ഒരു ഫീല്. മേ ബി അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഉള്ളൊരു ഐറ്റം ആയതുകൊണ്ടായിരിക്കാം. എനിവേ നമുക്കത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രണ്ടാമത്തെ ട്രേയും പൊട്ടിച്ച് നോക്കാം. ഈ ട്രേ അത്ര വലിയ സെറ്റപ്പ് ഇല്ല കേട്ടോ. ഈ ഒരു റേറ്റിന് അവർക്കൊരു പ്ലാസ്റ്റിക് ബോക്സ് എങ്കിലും തരാമായിരുന്നു. ഞാനിങ്ങനെ ഈ ആർട്ട് സപ്ലൈസിൻ്റെ ഒക്കെ റിവ്യൂസ് ചെയ്യുമ്പോഴേ ഇത് കാണാനായിട്ടുള്ള ഓഡിയൻസ് എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനകത്ത് എത്ര ആർട്ടിസ്റ്റുകളുണ്ടെന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിവേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രേ. ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഇത് ശരിക്കും ഒരു ബ്ലാക്ക് കളറിലെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഫ്ലൂറസെൻ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് ബ്ലാക്ക് ചാർട്ടിലേക്കൊക്കെ വരുമ്പം കാണാൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് താഴത്തെ റോയിൽ വരുന്നത് സ്കിന്നിൻ്റെ ഷെയ്ഡ്സാണ്. ഈ കാണുന്നതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. പിന്നെ ഒരു ഗ്രേ ടോണും ബ്ലാക്ക് കളറുമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്, 48 ഷെയ്ഡ്സ്. അപ്പോൾ നമുക്കിനി ഇത് ട്രൈ ചെയ്ത് എന്തായാലും നോക്കാം. ഇത് ഞാൻ പണ്ട് വെറുതെ വരച്ചിട്ടൊരു സ്കെച്ചാണ് കേട്ടോ. നമുക്കപ്പോൾ ഇതിനകത്ത് ഈ ആപ്പിളിന് കളർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത് ആദ്യം. ഇത് ക്രിംസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്താണ്, നല്ല ബട്ടർ പോലെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഡോംസ് ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഡോംസിനിടക്ക് വരുന്ന ആ ഒരു കുത്തുകുത്ത് പ്രശ്നം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് അത്രയും സ്മൂത്തായിട്ടാണ് ഇത് പേപ്പറിൽ കൂടി പോകുന്നത്. നമുക്കിതെന്തായാലും കൈകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്കിത് കോട്ടൺ ബഡ്സോ അല്ലെങ്കിൽ പേപ്പർ സ്റ്റമ്പോ ഒക്കെ വെച്ചിട്ടും സ്മഡ്ജ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും കൈയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്തിട്ട് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്.
പിന്നെ ഞാൻ അതിലേക്കൊരു പിങ്ക് കളറും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും ഒക്കെ ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ആ എഡ്ജസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കാക്കി കൊടുത്തു. സംഭവം കൊള്ളാം, എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായി. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങളെന്തായാലും ഓയിൽ പേസ്റ്റിൽ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഇതെന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആർട്ടിസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഡോംസ് ഒരു സ്റ്റുഡൻറ്റ് ഗ്രേഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡോംസിനെയും ഈ ഒരു ബ്രസ്റ്റോനെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സൈസിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഡോംസ് ഒരു ചെറിയ സൈസാണ്, മറ്റേതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പേസ്റ്റലാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെങ്തിലും വ്യത്യാസമുണ്ട്. ലെങ്ത് ഡോംസ് ആണ് കുറച്ചുകൂടി ചെറിയ സൈസിൽ വരുന്നത്, മറ്റേത് വലിപ്പമുണ്ട്. ഓഫ് കോഴ്സ് റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഡോംസ് 200 റുപ്പീസാണ് അവൈലബിൾ ആണ്. മറ്റേതെന്ന് പറയാൻ നേരത്തേക്ക് നമുക്ക് ഒരു 900 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിതിൻ്റെ ക്വാളിറ്റി എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു യെല്ലോ ഷെയ്ഡാണ് എടുത്തത്. രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നുന്ന കളേഴ്സാണ്, പക്ഷേ ഇത് സെയിം ഷെയ്ഡ്സ് അല്ല. ഫസ്റ്റ് ഞാൻ ഡോംസ് ആണ് ട്രൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രസ്ട്രോൻ്റെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും പേപ്പറിൽ അപ്ലൈ ചെയ്തപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് എനിക്കൊരു സെയിം ഫീൽ തന്നെയാണ് വന്നത്. നമുക്കിനി ഇത് സ്മഡ്ജ് ചെയ്ത് നോക്കാം. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് സ്മഡ്ജ് ചെയ്യുന്നത്. നമ്മൾ ഡോംസും സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു കട്ട കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇനി നമുക്ക് ബ്രസ്റ്റോൻ്റെയും കൂടി നോക്കാം. അത് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റേതുപോലെ ആ ഒരു കട്ട കെട്ടൽ ഇതിന് വന്നിട്ടില്ല. അതായത് ഇടക്ക് ഡാർക്ക്നെസ് കയറി നിൽക്കുന്ന പോലെ ഒരു സംഭവം ഇതിന് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കളർ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എന്നാലും അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇനി നമുക്കൊരു വേറൊരു കളറും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും കളേഴ്സ് ഇച്ചിരി കൂടി റിച്ച് ആയിട്ട് വരുന്നത് ഓഫ് കോഴ്സ് ബ്രസ്റ്റോൻ്റെ തന്നെ ആയിരിക്കും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റിലാണ്. നമുക്കിനി ഇത് സ്മഡ്ജ് ചെയ്തിട്ട് നോക്കാം. ഈ ഡോംസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല രീതിയിൽ സ്മഡ്ജ് ആവില്ല. ചില കളേഴ്സ് അടിപൊളിയായിരിക്കും, ചിലതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ഒരു കളറ് അത്രയും നന്നായിട്ട് സ്മഡ്ജ് ആവുന്നില്ല എന്തായാലും. കാരണം നമുക്ക് ആ ഇടക്ക് പോർഷനിൽ കട്ട കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് അത് നന്നായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ ഒരു നടുക്ക് പോർഷനിൽ കുറച്ച് പേസ്റ്റിൽ കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ കളറും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ല ഈവനായിട്ടാണ് ഇത് സ്മഡ്ജ് ആവുന്നത്. നല്ല സ്മൂത്തായിട്ടും ഈവനായിട്ടാണ് സ്മഡ്ജ് ആവുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഡോംസിന് ആ ഒരു കട്ട കെട്ടുന്ന പ്രശ്നം വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചില കളേഴ്സിനകത്താണ് അത് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. ചില കളറ് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആ നിയോൺ ഷെയ്ഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നല്ല അടിപൊളി ഫ്ലൂറസൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. പണ്ട് നമ്മൾ ഈ ഉത്സവത്തിൻ്റെയൊക്കെ പോസ്റ്ററുകളൊക്കെ കാണത്തില്ലേ, സർക്കസിൻ്റെയൊക്കെ പോസ്റ്ററുകൾ കാണത്തില്ലേ, അതിൽ നമ്മൾ കാണുന്ന സെയിം ഷെയ്ഡ്സ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഈ നിയോൺ ഷെയ്ഡ്സിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല കളറാണ്, എനിക്കിത് ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് വൈറ്റ് പേപ്പറിൽ ചെയ്താൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. നമുക്കൊരു ബ്ലാക്ക് പേപ്പർ വാങ്ങിയിട്ട് അതിനകത്ത് നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡും പിന്നെ നമ്മുടെ മിന്നി പച്ച, ഇതെൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. കുട്ടിക്കാലത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കെച്ച് പെൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ഈ മിന്നി പച്ച. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. രണ്ട് കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ സെറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളർ, അതായത് നമ്മുടെ സ്കിൻ കളർ. ഞാൻ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കിൻ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല അടിപൊളി സ്കിൻ കളർ എന്ന് വെച്ചാൽ അടിപൊളി സ്കിൻ കളറാണ്. നല്ല സ്മൂത്തായിട്ട്, എന്താ പറയുക, നമ്മുടെ ശരിക്കും ഫ്ലഷ് എങ്ങനെയായിരിക്കും അതിൻ്റെ തന്നെ കളറാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. സാധാരണ നമുക്ക് സ്കിൻ കളർ എന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോൾ അതിനൊരു പീച്ച് ഷെയ്ഡ് ഉണ്ടാവും. അങ്ങനത്തെ സ്കിൻ ഷെയ്ഡ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻസിൻ്റെ ഒക്കെ ഒരു ടോൺ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാനതിന് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, അതൊരു സിനമൻ ഷെയ്ഡും കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കി. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് പോർട്രേറ്റ്സ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 വൈറ്റ്സ് കിട്ടി. വൈറ്റ്സ് 2 കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഇത് രണ്ടും സെയിം ആണെന്നാണ്. പക്ഷേ പേര് കണ്ടപ്പോൾ രണ്ടും 2 പേരാണ്. കളറിൽ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വീഡിയോയിൽ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിക്കും ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. മറ്റേതെന്ന് പറയാൻ നേരത്തേക്കും കുറച്ചും കൂടി ഒരു ഡള്ളായിട്ടുള്ളൊരു വൈറ്റ് ഷെയ്ഡാണ്. എന്താ പറയുക, ഒരു ഐവറി ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഐവറി ഷെയ്ഡ് പോലത്തെ ഒരു വൈറ്റും, മറ്റേത് പ്യോർ വൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഉജാല വൈറ്റ് പോലെ. അത് പ്യോർ വൈറ്റ് ആണോ? എനിക്ക് അറിഞ്ഞൂടാ. എനിവേ, എന്നാലും നമ്മുടെ ബ്രസ്റ്റോൻ്റെ ഓയിൽ പേസ്റ്റൽസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ഇനി അടിപൊളിയായിട്ടുള്ള കുറേ അധികം ഡ്രോയിങ്സ് ചെയ്യണം. ഞാനതെല്ലാം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്